യെസ്, പോർച്ചുഗൽ മുന്നോട്ട് പറങ്കിപ്പട പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറുന്നു. 2-1 മിന്നും ജയത്തോടുകൂടി ക്രൊയേഷ്യയെ തകർത്തുകൊണ്ട്, ക്രൊയേഷ്യയെ തോൽപ്പിച്ചുകൊണ്ട്, ക്രൊയേഷ്യയെ മറികടന്നുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ ലോകകപ്പ് എന്ന തൻ്റെ വലിയ സ്വപ്നത്തിലേക്ക് ജീവൻ നീട്ടിയെടുക്കുന്ന കാഴ്ച. ഒരു സ്ഥലത്ത് വലിയ ആഹ്ലാദമെങ്കിൽ ക്രൊയേഷ്യയ്ക്ക് നിരാശയുടെ സങ്കടത്തിൻ്റെ നിമിഷമാണ്. ഒരു ഇതിഹാസം മുന്നോട്ടെങ്കിൽ മറ്റൊരു ഇതിഹാസത്തിന് ഇത് അവസാന ലോകകപ്പായി മാറുന്നു. അദ്ദേഹത്തിൻ്റെ അവസാന അന്താരാഷ്ട്ര മത്സരം പോലും ആയേക്കാം ഈ മത്സരം എന്ന് കരുതേണ്ടിയിരിക്കുന്നു. ലൂക്കാ മോഡ്രിച്ച് കഴിഞ്ഞ 2 ലോകകപ്പുകളിലും വല്ലാതെ ടീമിനായി ആ വലിയ കിരീടമെന്ന നേട്ടത്തിലേക്ക് ശ്രമിച്ചതാണ്, പരമാവധി ശ്രമിച്ചതാണ്. ഒരു തവണ ഫൈനലിലും മറ്റൊരു തവണ സെമി ഫൈനലിലും ടീമിനെ എത്തിച്ചതാണ്. പക്ഷേ ഇത്തവണ ക്രോട്ടുകൾ ആദ്യ നോക്കൗട്ട് പോരാട്ടത്തിൽ റൗണ്ട് ഓഫ് 32 തന്നെ വീണു പോകുന്ന കാഴ്ച. റൊണാൾഡോയ്ക്കും പോർച്ചുഗലിനും വലിയ ആശ്വാസം. ക്രൊയേഷ്യ പോലൊരു ടീമിനെതിരെ നിറമങ്ങിയ ജയമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും പറങ്കിപ്പടയുടെ ആ തിരിച്ചുവരവ് അത് വലിയ തിരിച്ചുവരവ് തന്നെയായിരുന്നു. ആദ്യം ഗോൾ വഴങ്ങുന്നു, പിന്നീട് 2 ഗോൾ വരുന്നു. അതിലൊന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പെനാൽറ്റി ഗോൾ, ഏറ്റവും ഒടുവിൽ ഗോൺസാലോ റാമോസിൻ്റെ വിജയ ഗോൾ, അതും എക്സ്ട്രാ ടൈമിൽ മത്സരത്തിൻ്റെ 94-ാം മിനിറ്റിലെ ആ ഗോളിലൂടെ മത്സരം പിടിച്ചെടുക്കുന്ന കാഴ്ച. 2 ഇതിഹാസങ്ങൾ അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. 2 മോഡേൺ ഫുട്ബോളിലെ ഏറ്റവും 2 ഇതിഹാസങ്ങൾ, ലുക്കാ മോഡ്രിച്ചും ക്രിസ്ത്യാനോ റൊണാൾഡോയും, മാഡ്രിഡിലെ പഴയ കൂട്ടുകാർ. അത് തന്നെയായിരുന്നു ഈ മത്സരത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. 2 ഇതിഹാസങ്ങൾ ഏറ്റുമുട്ടുന്നു. അവരിൽ ഒരാൾക്ക് ലോകകപ്പിൽ വേദിയിൽ നിന്ന് പടിയിറക്കം, അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് ഒരുപക്ഷെയുള്ള പടിയിറക്കം എന്നുള്ളത്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അവസാന ടൂർണമെൻ്റേക്കാം. ഈ ലോകകപ്പിന് ശേഷം റൊണാൾഡോ വിരമിച്ചേക്കും എന്ന തരത്തിലുള്ള വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തയൊക്കെ തന്നെ ഈ മത്സരത്തിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ സഹോദരി പങ്കുവച്ചത്. അത് മാർക്ക അടക്കമുള്ള സ്പാനിഷ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു അവസരം ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ അവസാന ലോകകപ്പാണ്. 41 വയസ്സായപ്പോൾ റൊണാൾഡോ ജീവൻ നീട്ടിയെടുക്കുന്ന റൊണാൾഡോയെ കാണുന്നു. റൊണാൾഡോ തന്നെ അതിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ആരാധകർക്ക് കഴിഞ്ഞ മത്സരത്തിലൊക്കെ തന്നെ റൊണാൾഡോയുടെ പ്രകടനത്തിൽ വലിയ നിരാശയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ റൊണാൾഡോ ഈ മത്സരത്തിൽ ഗോൾ നേടുന്നു. അത് തന്നെയാണ് ആരാധകരെ സന്തോഷിപ്പിക്കാൻ, CR7 ആരാധകരെ ആഹ്ലാദിപ്പിക്കാൻ മറ്റെന്ത് വേണം എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. റൊണാൾഡോ വലിയ സന്തോഷത്തിലാണ്. ഇനി അടുത്ത ഘട്ടത്തിൽ അവർക്ക് പക്ഷേ ചില്ലറ എതിരാളികളല്ല, വരാനിരിക്കുന്നത് സ്പെയിനാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ചു വന്ന സ്പെയിനെതിരെ പക്ഷേ ഈ കളി പോരാ എന്നുള്ളത് തന്നെയാണ്. ലമീൻ യമാലും സംഘവും നിറഞ്ഞു കളിക്കുമ്പോൾ പോർച്ചുഗൽ ഈ ലോകകപ്പിൽ ഉസ്ബെക്കിസ്ഥാനെതിരായ ഒരു ദുർബല ടീമിനെതിരായ 5-0 ജയത്തിനപ്പുറം എന്തുണ്ട്? എല്ലാ മത്സരങ്ങളിലും 2 മത്സരങ്ങളിൽ സമനില വഴങ്ങുന്നു. ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ പോർച്ചുഗലും സ്പെയിനും തമ്മിൽ മുഖാമുഖം എന്നൊരു മത്സരത്തിലേക്ക് കളി വന്നിരിക്കുകയാണ്. ആ സാധ്യത വന്നിരിക്കുകയാണ്. ടൊറന്റോയിൽ നാടകീയ സംഭവങ്ങളായിരുന്നു അവസാന നിമിഷം ഉണ്ടായത്. പക്ഷേ പോർച്ചുഗലിന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സംഘത്തിന്റെ അവിശ്വസനീയമായ ഒരു തിരിച്ചുവരവാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.